തിരുവനന്തപുരം KPCCയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാന ഭവനമായ ഇന്ദിരാഭവൻ, ശാസ്തമംഗലം ഇന്ദിരാഭവനിൽ കല്യാണപ്പന്തൽ ഇട്ടു. അവിടെ ഇപ്പോൾ അരമണിക്കൂറിന് മുമ്പ് വരുന്ന ന്യൂസ്, ഇന്ദിരാഭവൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു കുറച്ച് സ്പേസ് ഉണ്ട് വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ. ആ പാർക്കിംഗ് സ്പേസിൽ ഷാമിയാന ഇടുകയാണ്. വളരെ വിശാലമായ ഒരു പന്തൽ. അപ്പോൾ പ്രമുഖ നേതാക്കൾക്ക് ഫ്രണ്ടിലിരിക്കാൻ, ചിലപ്പോൾ AK ആൻ്റണി അടക്കമുള്ള ആളുകൾ ഫ്രണ്ടിലിരിക്കുമായിരിക്കും. സോഫയൊക്കെ ഇട്ട് അങ്ങനെ ഫ്രണ്ടിലിരിക്കും. പിന്നെ പ്രവർത്തകർക്കുൾപ്പെടെ KPCC ഓഫീസിലിരിക്കാനുള്ള എല്ലാ സംവിധാനവും, പായസം, ലഡു, എല്ലാ തയ്യാറെടുപ്പും ഇന്ന് നടക്കുകയാണ്. എന്ത് കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ ഒരത്ഭുതവുമുണ്ട്. ഇത്രയും കോൺഫിഡൻസ് ഉണ്ടോ കോൺഗ്രസ്സിന്? മണക്കാട് സുരേഷ് എന്ന KPCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള മണക്കാട് സുരേഷ്, അദ്ദേഹം ഇപ്രാവശ്യം നേമത്തോ തിരുവനന്തപുരം സെൻട്രലിലോ സ്ഥാനാർത്ഥിയാകുമെന്ന് വരെ പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നു വരുന്നത്. അദ്ദേഹം തന്നെ ബൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ വളരെ ആവേശത്തിലാണ്. 10 വർഷത്തിന് ശേഷം ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നു. അതിൻ്റെ ആവേശത്തിലാണ്, വലിയ ആവേശത്തിലാണ് KPCC രംഗം. AKG ഭവനിലാണെങ്കിൽ വലിയ മ്ലാനതയാണ്. അവിടെ കൊടിയും പായസമൊന്നുമില്ല. നാളെ 10 മണിക്ക് ശേഷം നമുക്ക് ആലോചിക്കാം എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് അവിടെ സാധാരണ പോലെ ഇന്ന് AK സെൻറ്റർ പ്രവർത്തിക്കുന്നു. അവിടെ ആരുമില്ല. മാരാർജി ഭവനിൽ പന്തൽ കെട്ടിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും വിപുലമായ സന്നാഹത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നാണ് അറിയുന്നത്. വളരെ വലിയ സന്നാഹത്തിലാണ് മാരാർജി ഭവനം. കാരണം അവർ 10, 12, 10, 20 സീറ്റുകളിൽ അവർ നിർണായക സ്ഥാനത്ത് വരികയും ഒരു 6-7 സീറ്റ് പിടിക്കുകയും ചെയ്താൽ പിന്നെ BJP ആണല്ലോ കേരളത്തിൽ എന്നുള്ള ഒരു ലൈനിലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് ഈ ഇങ്ങനെ പായസം വെപ്പും പരിപാടി തുടങ്ങിയതിൻ്റെ ഭാഗമായി കേരളത്തിലാകെ DCC ഓഫീസുകൾക്ക് ഫ്രണ്ടിലും പിന്നെ മണ്ഡലം കമ്മിറ്റി ഓഫീസുകൾക്ക് ഫ്രണ്ടിലും പല പ്രമുഖരുടെ വീടുകളിലും ഒക്കെ നാളെ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. മൂത്തേട്ടം ചെയ്താൽ പിന്നെ ചെറിയ പിള്ളേർക്ക് ചെയ്യാൻ പ്രയാസമില്ലല്ലോ. KPCC ആസ്ഥാനത്ത് തന്നെ ഇത്രയും കോൺഫിഡൻസോടുകൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി എല്ലായിടത്തും ചെയ്യാം. VD സതീശൻ, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ സണ്ണി ജോസഫ്, എല്ലാവരും നാളെ തിരുവനന്തപുരത്ത് കാരണം വോട്ടിംഗ് സ്ഥലത്ത് പോയി ഒപ്പിട്ട് കൊടുക്കൽ അങ്ങനെ കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ സ്ഥാനാർത്ഥി. അതെല്ലാം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് പോകും. ഇവിടെ രാവിലെ കേട്ട് എൻ്റെ ഒരു ഉച്ചയോടുകൂടി വൈകുന്നേരം ചെന്നാൽ മതിയല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ നിന്ന് കേട്ടിട്ട് പോകും. എന്തായാലും എല്ലാവരും തിരുവനന്തപുരത്ത് വരുന്നു. ഇതിനകത്തൊരു കൗതുകം, EMSനെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. സീനിയർ നേതാക്കൾ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീനിയറായി ഒരു നേതാവ് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഇലക്ഷൻ റിസൾട്ട് അറിയാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ആൾ AK ആൻ്റണി തന്നെയാണ്. പിന്നെ വയലാർ രവിയുണ്ട്. വയലാർ രവി വിശ്രമത്തിലാണ്. AK ആൻ്റണിയാണ്. അദ്ദേഹം വളരെ സീനിയറാണ്. കേന്ദ്ര മുഖ്യമന്ത്രിയായി, MLA ആയി, മുഖ്യമന്ത്രിയായി, കേന്ദ്ര പ്രതിരോധ മന്ത്രി വരെ ആയ ആളാണ്. വളരെ വലിയ പൊസിഷനിലൊക്കെ ഇരുന്നാണ്. കോൺഗ്രസിൻ്റെ വലിയ ഉപദേശ സമിതിയിലും പിന്നെ അതുപോലെ തന്നെ പാർലമെൻ്ററി സമിതിയിലൊക്കെ വലിയ പൊസിഷനിലിരുന്ന ആളാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ടായിരിക്കും ഇനി KPCC ഓഫീസിലിരുന്നാണോ അതേ ഈ പന്തലിൽ വന്നിരുന്നാണോ എന്നറിയില്ല. AK ആൻ്റണി നാളെ ഇത് കേൾക്കാനുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വളരെ സീനിയറായിട്ടുള്ള പിന്നെ അത്ര VM സുധീരൻ മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇപ്പോൾ KPCCയിൽ 70 കഴിഞ്ഞാൽ 80 കഴിഞ്ഞ് നിൽക്കുന്ന സജീവ രാഷ്ട്രീയത്തിലില്ലാത്തവർ കുറവാണ്. ബാക്കിയുള്ളവരും ഇപ്പോൾ തിരുവഞ്ചൂരൊക്കെ സജീവ രാഷ്ട്രീയത്തിലുണ്ട് പ്രായമുണ്ടെങ്കിലും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇപ്പുറത്തെടുത്താലും പിണറായി വിജയനാണ് ഏറ്റവും പ്രായമുള്ള ആൾ. അദ്ദേഹം അങ്ങ് പോയിട്ടുണ്ട്. കണ്ണൂരിലാണ്, പിണറായിയുടെ വീട്ടിലാണ്. എന്തെങ്കിലും ഒരു പോസിറ്റീവ് സിഗ്നൽ കിട്ടിയാൽ മാത്രമേ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരികയുള്ളൂ. അല്ലെങ്കിൽ അസംബ്ലിയിൽ പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം മാത്രമേ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയുള്ളൂ. MA ബേബി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. പിന്നെ ഗോവിന്ദൻ മാഷ്, MA ബേബി, അങ്ങനെ അവർ സീനിയർ തോമസ് ഐസക് അടക്കമുള്ള അവരുടെ സീനിയർ നേതാക്കൾ തിരുവനന്തപുരത്ത് ഉണ്ടാകും. ഇപ്പുറത്ത് കുമ്മനം രാജശേഖരൻ ആറന്മുളയ്ക്ക് പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുമെന്നറിയില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തുണ്ടാകും. രാജഗോപാൽ ഒരുപക്ഷെ BJP ഓഫീസിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ രാജഗോപാലാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഏറ്റവും സീനിയറായിട്ടുള്ള വളരെ വെറ്ററനായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർ. അപ്പം രാജഗോപാൽ വരാൻ സാധ്യതയുണ്ട്. K രാമൻപിള്ള BJPയുടെ ചിലപ്പോൾ ഓഫീസിൽ വരാൻ സാധ്യതയുണ്ട്. CK പത്മനാഭൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പഴയ ആളുകളുണ്ടല്ലോ. പിന്നെ K സുരേന്ദ്രൻ, അവരുടെ ടീമുകളെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു വലിയ ടീം BJP ഓഫീസിലും കാണും. ഇപ്പുറത്ത് ഈ ടീം കാണും, അതിൻ്റെ ഇപ്പുറത്ത് ഈ ടീം കാണും. എന്തായാലും ഒരിടത്ത് കല്യാണം, ഒരിടത്ത് നിശ്ചയിപ്പ്, ഒരിടത്ത് ഒന്നുമില്ല. കല്യാണം നടക്കുന്നത് KPCC ഓഫീസിൽ, അതിൻ്റെ നിശ്ചയിപ്പ് പോലെ എൻഗേജ്മെൻറ്റ് പോലുള്ള ചെറിയ എൻഗേജ്മെൻറ്റ് നടക്കുന്നത്
മാരാർജി ഭവനിൽ. കാരണം അടുത്ത 5 വർഷം കഴിഞ്ഞുള്ള കല്യാണത്തിനുള്ള എൻഗേജ്മെൻറ്റാണ് അവിടെ നടക്കുന്നത്, BJP ഓഫീസിൽ നടക്കുന്നത്. തൊട്ടപ്പുറത്ത് AKG സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ തൽക്കാലം ഒന്നുമില്ല. അതേസമയം നാളെ 12 മണി ഒരു 11 മണി കഴിഞ്ഞാൽ നമുക്കറിയാം KPCC ഓഫീസിൽ എന്തുണ്ടോ, അല്ല AKG സെൻറ്ററിൽ എന്തുണ്ടോയെന്ന്, പായസം വെപ്പുണ്ടോ എന്ന് നമുക്കറിയാം. നാളെ അതുപോലെ തന്നെ മുക്കിന് ആളുകൾ പായസം വയ്ക്കാൻ സാധ്യതയുണ്ട്, വലിയ പടക്കം പൊട്ടിക്കാൻ സാധ്യതയുണ്ട്, തല്ലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബംഗാളിലൊക്കെയാണെങ്കിൽ ചില മരണം നടക്കാൻ സാധ്യതയുണ്ട്. ബംഗാളിൽ BJP ജയിച്ചാലും മമതാ ബാനർജി ജയിച്ചാലും മമതാ ബാനർജി പറഞ്ഞിരിക്കുന്ന കത്തിച്ച് വയ്ക്കാനാണ്. കാരണം ആവശ്യമുള്ള അടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല തല്ലും കൊലപാതകവും അടിയും എല്ലാം ബംഗാളിൽ കാണാം. ഇവിടെ മധുരം, അവിടെ കൊലപാതകം, തല്ല്, അക്രമം. എന്തായാലും നാളത്തെ ദിവസം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ 5 സ്റ്റേറ്റുകളിൽ മനോഹരമായ രീതിയിലുള്ള നല്ല തല്ലും പൊല്ലാപ്പും മധുരം കൊടുക്കലും പായസം കൊടുക്കലും ഒക്കെ കാണാം. എന്നാലും എൻ്റെ തമ്പുരാനെ, എന്തോരം കോൺഫിഡൻസിനാണ് കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണി നിൽക്കുന്നത്. അവർ പന്തൽ ഇന്നേ അങ്ങ് ഇട്ടു. അതൊരു വലിയ ഒരു എന്താണ്, ഒരു തയ്യാറെടുപ്പാണ്. സാധാരണ അല്ല, ഒരു സ്ഥിരം പന്തൽ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിനു വേണ്ടി കസേര പന്തലൊക്കെ ഇട്ട് ആദ്യമായിട്ടായിരിക്കും KPCC ആസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നേരത്തെ ഇങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ ഓർക്കുന്നില്ല, എൻ്റെ ഓർമ്മയിലില്ല, ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല. അതേസമയം എന്തായാലും വലിയ സന്നാഹമാണ് KPCC നടത്തുന്നത്. നാളെ അധികാരത്തിൽ വന്നാൽ കേരളമാകെ അവർ അറുമാദിക്കും. കേരളത്തിൽ വലിയ തോതിലായിരിക്കും അവരുടെ ആഘോഷം ഉണ്ടാവുക. കാരണം 10 വർഷം പുറത്തു നിന്നതിന് ശേഷം അകത്തേക്കുള്ള കല്യാണം നടക്കുകയാണ്. 10 വർഷം അകത്തു നിന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ പിണറായി തയ്യാറാകുകയാണ്. പിണറായി നാളെ പിണറായി മീൻസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം നാളെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ പിണറായിയുടെ പൊളിറ്റിക്കൽ കരിയർ ഒരു രാഷ്ട്രീയ ദുരന്തമായി മാറും എന്നുള്ളതും നമ്മൾ കാണുന്നു. 3 പാർട്ടികളുടെയും രാഷ്ട്രീയ ദുരന്തങ്ങൾ കാണേണ്ട ദിവസമാണ് നാളെ. ഒന്ന്, CPM തോറ്റുപോയാൽ പിണറായിയുടെ തോൽവിയായി അത് ചരിത്രം വിലയിരുത്തും. അതേസമയം CPM ജയിച്ചാൽ പിണറായിയുടെ വിജയമായിട്ട് തന്നെ പറയും. UDF തോറ്റുപോയാൽ അത് സതീശനും അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടി വരും. വലിയ വില UDF-ന് പിന്നെ കൊടുക്കേണ്ടി വരും. BJP 0 ആയാൽ പിന്നെ ചാരത്തിൽ നിന്ന് തുടങ്ങേണ്ടി വരും.